ശബരിമലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരി നാളങ്ങൾ തിളങ്ങി. കാൽവരി മലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരി നാളങ്ങൾ തിളങ്ങി. അണയുക ജനമേ വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയിലെന്നെ കഴുകേണമേ. തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയിലെന്നെ കഴുകേണമേ. നിന്മരക്കുരിശിൻ ചാരയിൽ ഞാനും നിന്നിഴ തേടി അണഞ്ഞിടുന്നു. നിന്മരക്കുരിശിൻ ചാരയിൽ ഞാനും നിന്നിഴ തേടി അണഞ്ഞിടുന്നു. അണയുക ജനമേ വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, സഭാമാതാവ് ദൈവത്തിന്റെ തിരുനാള് ആഘോഷിക്കുന്ന ദിനമാണ്. ദൈവത്തിന്റെ തിരുനാള് എന്ന് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാൾ, അതായത് ത്രിത്വത്തിന്റെ തിരുനാൾ. സഭയുടെ എല്ലാ വിശ്വാസ സത്യങ്ങളും അടങ്ങിയിരിക്കുന്നതും ദൈവമേകനാണ്, ദൈവത്തിൽ 3 വ്യക്തികളുണ്ട് എന്ന ആ ഒരു പഠനത്തിന്റെ സാരാംശത്തിലാണ്. വിശുദ്ധഗ്രന്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം തന്റെ രക്ഷാകര പദ്ധതിയിൽ എപ്രകാരം ത്രിത്വം എന്ന യാഥാർത്ഥ്യത്തെ പ്രാവർത്തികമാക്കിയത്. ത്രിത്വം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് പക്ഷേ സ്നേഹമായിരിക്കാം, ഐക്യമായിരിക്കാം. ത്രിത്വത്തിൽ നിന്നും നാം പഠിക്കേണ്ട ഏറ്റവും മനോഹരമായ 2 പാഠങ്ങൾ തന്നെയാണ്. സ്നേഹിക്കാൻ പഠിക്കണം, ഐക്യപ്പെടുവാനായിട്ട് പഠിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികളായി ഒരു ദൈവമായിരിക്കുന്നത് പോലെ, ഐക്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കുന്നത് പോലെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പര സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നമ്മുടെ ഐക്യത്തിലും സ്നേഹത്തിലും നിലനിൽക്കുവാനായിട്ട് വിളിക്കപ്പെടുക. ക്രിസ്തു അതാണ് നമ്മെ പഠിപ്പിച്ചത്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആവശ്യകത ധാരാളമാണ്. പരസ്പരം അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും അവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഈ ഐക്യവും സ്നേഹവും നമ്മെ പ്രേരിപ്പിക്കും. ഉത്തമമായ ബോധ്യത്തോടുകൂടെ ക്രിസ്തു നൽകിയ വലിയ സന്ദേശം, ഞാൻ സ്നേഹിതനാണ്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടാണ് കടന്നു വന്നതെന്ന ക്രിസ്തുവിന്റെ വലിയ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഐക്യത്തിലും സ്നേഹത്തിലും വന്നു നിൽക്കുന്ന ദൈവത്തെ പോലെ എല്ലാ കുടുംബങ്ങളും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും നിലനിൽക്കണമേ എന്ന സർവശക്തനോട് പ്രാർത്ഥിച്ച് ഈ ബലി നമുക്ക് അർപ്പിക്കാം. ഇന്നലെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് മാപ്പപേക്ഷിച്ച് നമുക്ക് ഈ ബലിക്കായിട്ട് വരും. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോട് ഞാൻ ഏറ്റു പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും
പ്രവൃത്തിയാൽ ഉപേക്ഷിച്ചാൽ ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിരസ്തം അറിയത്തോട് എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ദൈവത്താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസുനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാണേ, താതനാം ദൈവത്തിൻ സോനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം പാകത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു ദാനേകണം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സത്യത്തിന്റെ വചനവും
വിശുദ്ധീകരണത്തിന്റെ ആത്മാവും ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങേ അത്ഭുതകരമായ രഹസ്യം മനുഷ്യർക്ക് അങ്ങ് വെളിപ്പെടുത്തിയത് സത്യവിശ്വാസത്തിന്റെ പ്രഘോഷണം വഴി നിത്യമായ ത്രിത്വത്തിന്റെ മഹത്വം അംഗീകരിക്കുവാനും മഹാപ്രാപ്തമുള്ള ഏകത്വം ആരാധിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നേക്കുമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന കേട്ടു. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് മോശ ജനങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ കാലത്തെപ്പറ്റി ദൈവം മനുഷ്യനെ പൂമ്പത്ത് സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്തെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുകയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തി പ്രകടനം, ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ? മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുവാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവിന്റെ വചനം സത്യമാണ്. അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവിന്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു. അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും അവിടുന്ന് അരുളി ചെയ്തു. ലോകമുണ്ടായി, അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായം വരുത്തിയത്. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. എന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ. എന്നും ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും ഇനിയും എന്നും ഉണ്ടായിരിക്കുന്നവനുമായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടുകൂടെ വിശുദ്ധമത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുന്നു. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേ സ്തുതി. ആമേൻ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ത്രിത്വൈക ദൈവത്തിന്റെ തിരുനാള് സഭ ഇന്ന് ആഘോഷിക്കുക. സഭാമാതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു തിരുനാളാണ്. പക്ഷെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംഭവം, ത്രിത്വം എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതുമാണ്. പിന്നെ എങ്ങനെയാണ് ത്രിത്വത്തിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക? ത്രിത്വം എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ത്രിത്വത്തെക്കുറിച്ച് ധാരാളം സംഖ്യകൾ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് നിന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങളിൽ ത്രിത്വത്തെ പ്രതിനിധീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സൃഷ്ടിക്കുന്ന ദൈവത്തെയും ജലത്തിന് മുകളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ചൈതന്യത്തെയും സൃഷ്ടിയായ പ്രകാശത്തെയും കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നു ഈ 3 വാക്യങ്ങൾ. സൃഷ്ടികർത്താവായ ദൈവത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മൂന്നാമതവിടെ പ്രതിപാദിക്കുന്ന വെളിച്ചമുണ്ടാകട്ടെ എന്ന ദൈവത്തിന്റെ വാക്യം, ലോഗോസ് എന്ന ഗ്രീക്കിൽ അറിയപ്പെടുന്ന വെളിച്ചം, ദൈവത്തിന്റെ പ്രകാശമായിട്ട് മാറുന്നു. അതുതന്നെയാണ് വചനം മാംസം ധരിച്ചു എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വചനം മാംസം ധരിച്ചു എന്നതാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് പുത്രനായിട്ട് മാറുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം ത്രിത്വമാണെന്ന് പ്രഖ്യാപിക്കും. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ജനതകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബാബേൽ ഗോപുരം നിർമ്മിക്കുമ്പോൾ ദൈവം പറയുക, നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രവൃത്തികൾ തടസ്സപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എനിക്കെന്നല്ല അവിടെന്ന് പറയുക, നമുക്കെന്ന ബഹുവചനമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതും ത്രിത്വത്തിന്റെ സൂചകമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മാമ്രയുടെ നാൾ വരികയിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തന്റെ വാതിൽക്കലിരിക്കുമ്പോൾ 3 മനുഷ്യര് ദൂരെ നിന്ന് കടന്നു വരുന്നതായിട്ട് അബ്രഹാം മനസ്സിലാക്കുന്നു. വിശുദ്ധഗ്രന്ഥം പറയുക, ദൈവം അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. 3 മനുഷ്യരെയാണ് അബ്രഹാം അവിടെ കാണുക. വളരെ വ്യക്തമായി തന്നെ ത്രിത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ്. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ യെശയ്യായോട് ദൈവം ചോദിക്കുക,
നമുക്ക് വേണ്ടി ആരാണ് പോവുക? അവിടെയും ത്രിത്വത്തെ കുറിച്ച് വളരെ വ്യക്തമായ സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നത് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിന്റെ ജ്ഞാനസ്നാനത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരേ വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. വളരെ പ്രകടമായി, വളരെ സ്പഷ്ടമായി. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതനോട് പരിശുദ്ധ അമ്മ ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ ദൂതൻ ആ അമ്മയ്ക്ക് മറുപടി കൊടുക്കുന്നത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും, നിന്നിൽ നിന്നൊരു പുത്രൻ ജനിക്കുമെന്നാണ്. വളരെ വ്യക്തമായിട്ട് ത്രിത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഗബ്രിയേൽ ദൂതൻ. പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കും. എന്തിനായിരുന്നു സുവിശേഷ ഭാഗത്തില് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാനത്തെ വാക്യങ്ങളാണ്, 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങള് നമ്മൾ കാണുമ്പോൾ, നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുവാനായിട്ട് ക്രിസ്തുവിന്റെ ആഹ്വാനം. അവിടെയൊക്കെ തന്നെ ത്രിത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ അസന്നിഗ്ധമായ വിശുദ്ധഗ്രന്ഥം ത്രിത്വം നിലനിൽക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആദിമസഭയില് ഒരു സഹോദരൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തില് 13-ാമത്തെ വാക്യമാണ് എല്ലാ ദിവ്യബലികളുടെയും ആരാധന. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ ദിവ്യബലികളും ആരംഭിക്കുന്നത്. ഇത് പൗലോസ് അപ്പോസ്തലന്റെ കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനത്തിന്റെ 13-ാമത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ വാക്യം. ഇവിടെയൊക്കെ തന്നെ ത്രിത്വം നിലനിൽക്കുന്നതായിട്ട് വളരെ ശക്തമായിട്ട് വിശുദ്ധഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് കാണുവാനാണ്. ആദിമസഭയിൽ ത്രിത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അവസരങ്ങളിൽ പല അബദ്ധ സിദ്ധാന്തങ്ങളും രൂപീകരിക്കപ്പെട്ടു. AD 300-കളിൽ ഈ അബദ്ധ സിദ്ധാന്തങ്ങൾ ധാരാളമായി പ്രബലമായിരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഭാചരിത്രം പഠിക്കുന്നത് ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന 3 അബദ്ധ സിദ്ധാന്തങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത് മോഡലിസം എന്ന പാഷാണ്ഡത അല്ലെങ്കിൽ അബദ്ധ സിദ്ധാന്തത്തിൽ പ്രതിപാദിച്ചിരുന്നത് ദൈവത്തിന് 3 മോഡലുകളുണ്ട് എന്നാണ്. പിതാവിന് മോഡലാണ്, പുത്രനൊരു മോഡലാണ്, പരിശുദ്ധാത്മാവ് മറ്റൊരു മോഡലാണ്. എന്നാൽ സഭാമാതാവ് അത് തെറ്റായ ഒരു പഠനമാണെന്ന് ചിന്തിക്കുകയും അങ്ങനെ അതിനെ തെറ്റാണെന്ന് പഠിപ്പിക്കുകയും. രണ്ടാമത് സഭയിലുണ്ടായത് ട്രിനിറ്റിസം എന്ന് പറയുന്ന ഒരു പാഷാണ്ഡതയാണ്. ട്രിനിറ്റിസം എന്ന് പറഞ്ഞാൽ ദൈവത്തില് 3 വ്യക്തികളും 3 വ്യക്തികളാണ് എന്ന് പഠിപ്പിക്കുന്നു. പിതാവ് ഒരു വ്യക്തിയാണ്, പുത്രൻ ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. 3 പേരും 3 വ്യക്തികളാണ്, 3 ദൈവമാണ് എന്ന് പഠിപ്പിച്ചു. അതും തെറ്റാണെന്ന് സഭ പഠിപ്പിക്കുന്നു. പിന്നീടുണ്ടായ ഒരു പാഷാണ്ഡതയാണ് സബോർഡിനിസം എന്ന് പറയുക. സബോർഡിനിസം എന്ന് പറയുക പിതാവിന് ഏറ്റവും മുകളിലത്തെ ഗ്രേഡ്, പുത്രന് അതിന് അടുത്ത ഗ്രേഡ്, പരിശുദ്ധാത്മാവ് ഏറ്റവും താഴത്തെ. അങ്ങനെ 3 പേരെയും 3 തട്ടിലെ നിൽക്കുന്ന ഒരു അബദ്ധ സിദ്ധാന്തം സഭയുണ്ട്. 3 പേർക്കും 3 ഗ്രേഡ് നിശ്ചയിച്ചു. അതും സഭാമാതാവ് കളിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ എളുപ്പമാണ് ഇപ്രകാരമൊക്കെ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട്. ത്രിത്വം 3 തലത്തിലാണ് ചിന്തിക്കുക. അങ്ങനെയൊക്കെ ചിന്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു ചിന്തകൾക്ക് വളരെ അനുയോജ്യമായ സിദ്ധാന്തങ്ങളാണ് പല ചിന്തകന്മാരും രേഖപ്പെടുത്തുന്നത്. എന്നാൽ അതിലൊന്നും തന്നെ ത്രിത്വം അടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഭയുടെ ഔദ്യോഗിക പഠനം
ഇനി 320-325 കാലഘട്ടങ്ങളിൽ നിഖ്യ കൗൺസിൽ കൂടുകയും ഇത് നമ്മൾ കാണുന്ന പരിശുദ്ധ കുർബാനയിൽ വെച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം രൂപപ്പെടുത്തിക്കൊണ്ട് വളരെ അസന്നിഗ്ധമായിട്ട് സഭയുടെ പഠനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് ത്രിത്വത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം വായിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഭവനങ്ങളിലൊക്കെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട ഒരു പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ മതബോധന. റാൻസിംഗർ എഴുതിയ പുസ്തകം നമുക്കറിയാം. റാൻസിംഗർ ബെനഡിക്ട് 16 മാർപ്പാപ്പയാണ് എന്ന കാര്യം. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ സഭ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു റാൻസിംഗർ. അദ്ദേഹം എഴുതിയ അല്ലെങ്കിൽ അദ്ദേഹവും സഹചാരികളും ചേർന്ന് എഴുതിയ ഈ പുസ്തകം ഏകദേശം 721 പേജുകളാണുള്ളത്. അതിൽ 200-ലധികം 250-261 പേജുകൾ ത്രിത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് വളരെ വ്യക്തമായിട്ട് തന്നെ ത്രിത്വത്തെ കുറിച്ച് അതിന് പറയുന്നത്. നമുക്ക് വിശ്വാസ പ്രമാണത്തെ കുറിച്ച് പറയുന്ന ഈ ഭാഗങ്ങളിൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മിസ്റ്റർ തോമസ് അക്വീനസ് ദൈവം തന്നെ പറയുന്നുണ്ട്, നീ പരിശുദ്ധ കുർബാനയെ കുറിച്ച് നന്നായിട്ട് എന്നാൽ ത്രിത്വത്തെ കുറിച്ച് നീ അധികമായിട്ട് ചിന്തിക്കാതിരിക്കുന്ന ഉചിതം. കാരണം ത്രിത്വം ഒരു രഹസ്യമാണ്. എന്താണ് രഹസ്യം എന്ന് ചോദിച്ചാൽ ഉത്തരവാണ് സഭ നൽകുന്നത്. രഹസ്യം എന്നാൽ മനുഷ്യന്റെ മനസ്സുകൾക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യത്തെയാണ്, അതിനെ പൂർണ്ണമായും നിർവചിക്കുവാനായിട്ട് സാധിക്കാത്ത വിശ്വാസ സത്യത്തെയാണ് രഹസ്യം എന്നതുകൊണ്ട് സഭ. ത്രിത്വം ഒരു രഹസ്യമാണെന്ന് ഒരു ക്ലാസ്സുകളുണ്ട് നമ്മൾ പഠിച്ചു. എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും? തോമസ് അക്വീനസ് എന്നെ വളരെ വ്യക്തമായിട്ട് പറയുക. ത്രിത്വത്തെ ഉദാഹരണം കൊണ്ട് പറയാം. അദ്ദേഹം പറയുന്ന ഉദാഹരണം ഇതാണ്: സ്നേഹത്തില് സ്നേഹമെന്ന യാഥാർത്ഥ്യമുണ്ട്, സ്നേഹിക്കപ്പെടുന്നവനുണ്ട്, സ്നേഹിക്കുന്നവനുണ്ട്. അങ്ങനെ 3 പേരും ചേരുമ്പോഴാണ് സ്നേഹം നിലനിൽക്കുക. എന്നാൽ സ്നേഹത്തെ ഇതിൽ നിന്നും മാറ്റുവാനായിട്ട് സാധിക്കും. സ്നേഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നവൻ ഇടയ്ക്ക് നിൽക്കുന്ന ആ സ്നേഹം അത് തന്നെയാണ് സഭയും നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ കുടുംബങ്ങളിലും ത്രിത്വം കൊണ്ട് അർത്ഥമാക്കുക ഈ 3 ചൈതന്യങ്ങളും നിറഞ്ഞതായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വിശ്വാസവും ഐക്യവുമാണ് ത്രിത്വം നൽകുന്ന അവസ്ഥ. നമ്മുടെ ഭവനങ്ങളിലും വിശ്വാസവും ഐക്യവും ഉണ്ടാകണം. അതിന് ഏറ്റവും നല്ല മാതൃക ത്രിത്വത്തിന്റെ മാതൃക. നമ്മുടെ ഭവനങ്ങളിൽ പല വ്യക്തികളുണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. എന്നാൽ അവരെല്ലാവരും തന്നെ സ്നേഹത്തിൽ ഒന്ന് നിൽക്കുവാനായിട്ട്, ഒന്ന് ചേരുവാനായിട്ട് സാധിക്കണമെങ്കിൽ അത് ത്രിത്വത്തിൽ പഠിക്കേണ്ട ഒരു യാഥാർത്ഥ്യം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ, അവർ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന പോലെ ബാക്കി പിതാവ് പ്രകാരം നിർവഹിക്കുന്ന കേട്ടു. ത്രിത്വം എന്നാൽ പിതാവിൽ നിന്ന് പുത്രനിലേക്കുള്ള സ്നേഹപ്രവാഹമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു സ്നേഹപ്രവാഹം ഉണ്ടാകണം. അപ്പൻ നിന്നും മക്കളിലേക്ക്, അപ്പൻ നിന്നും അമ്മയിലേക്ക്, മാതാപിതാക്കളിൽ നിന്നും മക്കളിലേക്ക്, മക്കളിൽ നിന്നും മാതാപിതാക്കളിലേക്ക് ഈ സ്നേഹപ്രവാഹം ഉണ്ടാകണം. കാരണം നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഒന്ന് ചേരുന്ന ദൈവത്തിൽ നിന്നും സ്നേഹപ്രവാഹമാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഈ ഒരു സ്നേഹപ്രവാഹത്തിൽ നിലനിൽക്കുവാൻ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ച് ഈ ബലി നമുക്ക് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും
സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാതെ പിതാവുമായ സത്യത്തിലുമാണ്. അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനെ മനുഷ്യനായി കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. പീഡകൾ സഹിച്ച് മരിച്ചു അടക്കപ്പെട്ടു. വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെ മരിച്ചവരെയും നീങ്ങുവാൻ അവിടുന്ന് മഹത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജനതാവും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവരും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാർ വഴി സംസാരിച്ചവരുമാണ്. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായി ഏകജ്ഞാനസ്നാനം ഞാൻ പറയുകയും മരിച്ചവരുടെ ഇറക്കും പ്രാർത്ഥിക്കുന്ന ജീവിതം ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സാദരമങ്ങേ പാവന പാദം തേടി വരുന്നു ഞങ്ങളിതാ. കാഴ്ചകളേന്തും താലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. നിൻ തിരുമാംസവും രക്തവുമായി തീർക്കണമേ കാഴ്ചകളെ. ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപം സർവം പോക്കണമേ. സാദരമങ്ങേ പാവന പാദം തേടി വരുന്നു ഞങ്ങളിതാ. കാഴ്ചകളേതും താലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. സഹോദരന്റെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ സമൂഹത്തിന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുന്ന വഴി ഞങ്ങളുടെ ശുശ്രൂഷയുടെ കാൽസ്യങ്ങൾ അങ്ങ് പവിത്രീകരിക്കുകയും അവയാൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാഴ്ച വസ്തുവായി മാറ്റുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേ. കർത്താവ് നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് നിങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായത് എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അങ്ങേ ജാതനായ ഏകപുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടെ അങ്ങേ ഏകദൈവവും ഏകകർത്താവുമാകുന്നത് ഒരു വ്യക്തിയുടെ ഏകത്വത്തിലല്ല, പ്രത്യുത ഒരു സഭയുടെ ത്രിത്വത്തിലാണ്. എന്നാൽ അങ്ങേ മഹത്വത്തെ കുറിച്ച് അങ്ങ് വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് അങ്ങേ പുത്രനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒരു വ്യത്യാസമില്ലാതെ ഞങ്ങൾ അനുഭവിച്ചത്. അങ്ങനെ സത്യവും സനാതനമായ ദൈവത്തിന്റെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തിയിലുള്ള തനിമയും സത്യയിലുള്ള ഏകത്വവും മഹിമയിലുള്ള തുല്യതയും ആരാധിക്കപ്പെട്ടു. മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും കെരൂബുകളോടും സെറാഫുകളോടും അങ്ങയെ പ്രകീർത്തിക്കും.
അവർ നിത്യേന വിരാമം ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മതിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകും. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തും. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനൊരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുനിന്ന് അങ്ങ് വിരമിക്കില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടെ വെച്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകും. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞു പാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ ഭരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മകനീയമായ ഉയർപ്പും സദാരോഹവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവദായകവും പരിപാലനവുമായി
കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെയും ബലിക്ക് കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപൂഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ ദയക്കും. വിശിഷ്യാദ്യ മാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമര രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥ തിരുക്കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നദ്ധിയുള്ളവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും ബലി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അനിദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും അർപ്പിക്കുവാൻ കഴിയും. അങ്ങേ തിരുവനക്കുവാൻ അങ്ങ് തിരുവുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപുരം കേട്ടറിയണമേ. കാരണവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം വന്ദിപ്പിക്കും. ഞങ്ങളുടെ മതിയടഞ്ഞ സഹോദരിയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കും. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിജമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തിന്റെ മേൽ വർഷിക്കുന്നു. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വം എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഭൂതനായി ദിവ്യോപദേശത്താൽ നമുക്ക് ഏറ്റുമാറാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേപ്പോൾ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുള്ള ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കും. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാൻ നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചു അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഞങ്ങൾ അപ്പോസ്തലന്മാർ അറിയിച്ച കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർക്കും അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയും. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇത് ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കും. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യം. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ ആരുമില്ല. അങ്ങൊരു വാക്ക് ക്ഷണിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, മിത്രമായ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴുവാൻ കൃപയാകണേ. വാഴുവാൻ കൃപയാകണേ. സക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, സക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപി എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയെ നുള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്തിൽ അങ്ങേ അമൂല്യമായ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സ്വീകരണം സൂചിപ്പിക്കുന്നു. അതേ ദൈനിക പ്രകൃതിയുടെ ജ്ഞാനമുണ്ടാകെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു ഈ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. കർത്താവ് നിങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇതിൽ സമാപിച്ചു പോകുകയും കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുകയും ദൈവത്തിന് നന്ദി. നിത്യവിശുദ്ധയാം
കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ അന്നേക്കിടനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും. ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധയ കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിനും എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.